2004 ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്ത് വരുന്നതെങ്കിൽ ആ സമയത്ത് ദേവസ്വം മന്ത്രി കെ.സി. വേണുഗോപാലാണ്. അതിന് തൊട്ട് മുമ്പ് ജി കാർത്തികേയൻ ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഈ കാലയളവിൽ ഇതുകൊണ്ട് കെ.സി. വേണുഗോപാൽ കയറ്റിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കൊണ്ടുവരുന്നതാരാ? തന്ത്രി രാജീവ് ഖണ്ഡ്ര. ഈ പരികർമ്മികളുടെയോ കീഴ്ശാന്തിക്കാരുടെ നിയമനത്തിൽ ദേവസ്വം ബോർഡിനോ ദേവസ്വം വകുപ്പ് മന്ത്രിക്കോ ഒരു തരത്തിലുള്ള സ്വാധീനവുമില്ല എന്നുള്ളതാണ്. അത് കടകംപള്ളി സുരേന്ദ്രനുമില്ല, കെ.സി. വേണുഗോപാലിനുമില്ല എന്നുള്ളതാണ്. പിന്നെ താല്പര്യത്തോടു കൂടി ഇടപെടുമോ എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ കരുതുന്നില്ല കെ.സി. വേണുഗോപാലാണ് ഈ പോറ്റിയെ അവിടെ കൊണ്ടുവന്നത്. പക്ഷേ പോറ്റി ശബരിമലയിലെത്തുന്ന കാലം എന്ന് പറയുന്നത് UDFിൻ്റെ ഭരണകാലത്ത് ഈ ദേവസ്വം മന്ത്രിയായിരിക്കുന്ന സമയത്താണ്. ഇതാണ് അതിലെ വസ്തുത. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, പ്രതിരോധത്തിലാവുന്നത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോൾ, കുടിമരം വിവാദത്തിലാകുമ്പോൾ എങ്ങനെയാണ് UDF പ്രതിരോധത്തിലാവുന്നത്? 3 പേരുടെ പേരുകൾ പ്രേക്ഷകർ ശ്രദ്ധിച്ചു വെച്ചോളൂ. ഒന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ, മറ്റൊന്ന് അജയ് തറയിൽ, മറ്റൊന്ന് സ്പോൺസറായ റിജി. ഈ 3 പേരുടെയും ഇടപെടലുകൾ ദുരൂഹമാണ് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതെന്താണെന്നുള്ളത് അന്വേഷണത്തിലൂടെയാണ് പുറത്തു വരേണ്ടത്. എന്തായാലും കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച ഒരു കൊടിമരത്തിന് ചിതലരിച്ചുവെന്നും ജീർണതയുണ്ടെന്നും തന്ത്രപ്രശ്നത്തിൽ കണ്ടെത്തി, ഒരു അഷ്ടമംഗല്യ ദേവപ്രശ്നത്തിൽ കണ്ടെത്തി എന്നാണ് പറയുന്നത്. ഇങ്ങനൊരു ദേവപ്രശ്നം 2018 നടന്നു കേട്ടോ. ആ ദേവപ്രശ്നത്തിൽ കണ്ടെത്തിയത് എന്താണെന്നറിയാമോ? ലൈംഗികാരോപണ കേസിൽ പുറത്തായ തന്ത്രിയെ വീണ്ടും സന്നിധാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ദേവന് ഇഷ്ടമുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയത്. അത് പിന്നീട് വിവാദമായി മാറി. അത് പിന്നീട് നടക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടായി. ഒരു ദേവപ്രശ്നം നടന്നാൽ അത് വേണമെങ്കിൽ തടയാനുള്ള അധികാരം ദേവസ്വം ബോർഡിൻ്റെ ഓംബുഡ്സ്മാനുണ്ട്.